മുംബൈ ഇന്ത്യൻസ് വീണ്ടും കളി തോറ്റിരിക്കുകയാണ്. അടുപ്പിച്ച് രണ്ടാമത്തെ മാച്ചാണ് മുംബൈ ഇപ്പോൾ തോൽക്കുന്നത്. ഇന്ന് ഗുജറാത്തിനെതിരെയാണ് മുംബൈ കളി തോറ്റിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ മുംബൈ പ്ലേ ഓഫ് പോലും കാണില്ല. അതുപോലത്തെ മോശം കളിയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മുംബൈ ഗുജറാത്ത് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവത്തിന്റെ പോരാളികൾ തോറ്റിട്ടാണ് തുടങ്ങുന്നതെന്നാണ് പറയാറ്. എന്നാൽ ഇപ്പോൾ അടുത്ത മാച്ചിലും ദൈവത്തിന്റെ പോരാളികൾ തോറ്റിരിക്കുകയാണ്. ഇന്ന് മുംബൈ ടീമിൽ ആകെ കൂടി കളിച്ചത് സൂര്യകുമാറും തിലക് വർമ്മയും മാത്രമാണ്. ബാക്കി എല്ലാവരും ഫ്ലോപ്പായിരുന്നു. ഗുജറാത്താണെന്ന് ആദ്യം ബാറ്റ് ചെയ്തത്. അവർക്ക് നല്ല തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. മുംബൈ ബൗളേഴ്സ് എന്ത് ചെയ്തിട്ടും ഗുജറാത്തിനെ തടയാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ന് ഗുജറാത്ത് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസാണ് അടിച്ചുകൂട്ടിയത്. മുംബൈ ടീമിനെ സംബന്ധിച്ചത് വലിയ സ്കോറായിരുന്നു. ശേഷം സെക്കൻഡ് ബാറ്റിങ്ങിന് മുംബൈ ഇറങ്ങി. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഓപ്പണർ രോഹിത് ശർമ്മ 8 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. ഓപ്പണേഴ്സ് പെട്ടെന്ന് ഔട്ടായപ്പോൾ ടീമിന് താങ്ങായത് തിലക് വർമ്മയും സൂര്യയുമായിരുന്നു. രണ്ടുപേരും മികച്ച കളി പുറത്തെടുത്തു. എന്നിട്ടും മുംബൈ ടീമിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. സൂര്യകുമാർ 28 ബോളിൽ 48 റൺസാണ് അടിച്ചുകൂട്ടിയത്. പിന്നീട് വന്നവരെല്ലാം തന്നെ പെട്ടെന്ന് കൂടാരം കയറി. ഇതോടുകൂടി മുംബൈ പരാജയം സമ്മതിക്കുകയായിരുന്നു. ഗുജറാത്തിന്റെ വലിയ സ്കോറിന് മുന്നിൽ മുംബൈ ടീമിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ സീസണിൽ മുംബൈ ടീം എങ്ങനെയാണ് കളിച്ചത് അതുപോലെയാണ് ഈ സീസണിലും കളിക്കുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മുംബൈ ടീം പ്ലേ ഓഫ് കാണില്ലെന്നത് ഉറപ്പാണ്. അടുപ്പിച്ച് 2 മാച്ച് തോറ്റിരിക്കുകയാണ്. രോഹിത് ശർമ്മ മുംബൈ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറിയപ്പോൾ മുംബൈ ടീമിന്റെ സകല പ്രതാപവും വീണിരിക്കുകയാണ്. ഇനി മുംബൈക്ക് ആ പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ രോഹിത് ശർമ്മ തന്നെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കണം. അല്ലാതെ ഇനി ടീമിനെ രക്ഷിക്കാൻ സാധിക്കില്ല. 2 മാച്ചിലും മുംബൈക്ക് പിഴച്ചത് ബാറ്റിംഗിൽ തന്നെയാണ്. ബാറ്റിംഗിൽ ആരും തന്നെ ശരിക്ക് ഫോം ആവുന്നില്ല. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും ഫ്ലോപ്പാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.